അങ്ങനെ പ്രാഗിൽ നിന്നുള്ള ട്രെയിൻ യാത്ര കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ഞങ്ങൾ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ എത്തിച്ചേർന്നു. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, നല്ല തിരക്കുള്ള എനർജറ്റിക് ആയ ഒരു സിറ്റിയാണിത്. അവിടുന്ന് ഞങ്ങളൊരു ടാക്സി എടുത്താണ് റൂമിലേക്ക് പോയത്. ടാക്സി ഡ്രൈവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അവർക്കെല്ലാം നന്നായി ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എളുപ്പമായിരുന്നു. ടാക്സിയിലിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ റോഡിന് ഇരുവശവും ഫ്രഞ്ച് സ്റ്റൈൽ പോലെ തോന്നിക്കുന്ന പഴയ പ്രൗഢി വിളിച്ചോതുന്ന വലിയ വിൻറ്റേജ് കെട്ടിടങ്ങൾ. ബുഡാപെസ്റ്റിനെ പാരീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തെന്ന് അപ്പോഴേ മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ആർക്കിടെക്ചർ രാജകീയമായ ഓസ്ട്രോ ഹംഗേറിയൻ സ്റ്റൈലാണ്. കാണുമ്പോൾ തന്നെ ഒരു റോയൽ യൂറോപ്യൻ സിറ്റി ഫീൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ചില സ്ട്രീറ്റ്സ് ആണ്. പക്ഷെ ഫ്ലോറൻസ് പോലെ പോളിഷ്ഡ് അല്ല. ഇവിടെ ഒരു റോ ഓൾഡ് സിറ്റി വൈബ് ഉണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ പറയാം, ബുഡാപെസ്റ്റ് ബിസിയാണ്, റൊമാൻറ്റിക് ആണ്, ഹിസ്റ്ററി നിറഞ്ഞൊരു സിറ്റിയാണ്. അങ്ങനെ നഗരക്കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ റൂമിലെത്തി. ലഗേജൊക്കെ വെച്ച് കുറച്ച് ഫ്രഷായി നല്ലൊരു ഡിന്നറും കഴിച്ച് അങ്ങനെ ആ ദിവസം അവിടെ അവസാനിച്ചു. അങ്ങനെ ബുഡാപെസ്റ്റിലെ ആദ്യത്തെ മോർണിംഗ് പുറത്തെ കാഴ്ചകൾ കാണാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ പുറത്തേക്ക് നോക്കിയപ്പോൾ തുടർച്ചയായ മഴ. പോരാത്തതിന് നവംബർ മാസമായതുകൊണ്ട് നല്ല തണുപ്പും മഴയും. ഈ കൂട്ടുകെട്ട് ഒരു നല്ല കോമ്പിനേഷൻ അല്ലെന്ന് ഉടനെ മനസ്സിലായി. അതുകൊണ്ട് പ്ലാനുകളൊക്കെ ഞങ്ങൾ മാറ്റി. ഇന്ന് നനയാതെ ബുഡാപെസ്റ്റ് ഒന്ന് കണ്ടു തീർക്കാം, മാക്സിമം ഇൻഡോർ എക്സ്പ്ലോറേഷൻ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഒരു ഡേ പാസ് എടുത്തു. മഴയുള്ളപ്പോൾ സിറ്റി കാണാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ഈ ടിക്കറ്റ് എടുക്കാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്നുകിൽ സ്റ്റേഷനിലെ മെഷീൻ വഴി, അല്ലെങ്കിൽ ബുഡാപെസ്റ്റ് ഗോ ആപ്പ് വഴി ഓൺലൈനായി. ബുഡാപെസ്റ്റിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ശരിക്കും അടിപൊളിയാണ്. ഈ ഡേ പാസ് ഉപയോഗിച്ച് ട്രാമുകളിലും ബസ്സുകളിലും മെട്രോയിലുമൊക്കെ അൺലിമിറ്റഡായി യാത്ര ചെയ്യാം. ആദ്യം തന്നെ ഞങ്ങൾ കയറിയത് ട്രാം 2-ലാണ്. നമ്മുടെ കൊച്ചി മെട്രോ പോലെയാണെങ്കിലും ഇത് റോഡിലൂടെ പോകുന്ന ഒന്നാണ്. ട്രാം 2 ഡനൂബ് റിവറിന്റെ സൈഡിലൂടെയാണ് പോകുന്നത്. ഇത് വെറും ഒരു ട്രാം യാത്രയല്ല, നാഷണൽ ജിയോഗ്രഫിക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രാമുകളിൽ ഒന്നാണിത്. ഒരു സൈഡിൽ ഡനൂബ് റിവർ, മറ്റൊരു സൈഡിൽ പാർലമെന്റ് ബിൽഡിംഗ്, പിന്നെ പഴയ ബ്രിഡ്ജസ്, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്. മഴയുണ്ടായിരുന്നിട്ടും വിൻഡോയിലൂടെ കാണുന്ന വ്യൂസ് വളരെ മനോഹരമായിരുന്നു. ബുഡാപെസ്റ്റിൽ ഇതുപോലെ സിറ്റി കാണാൻ പെർഫെക്റ്റായ ട്രാം റൂട്ട്സ് പലതുമുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റു ചില റൂട്ടുകൾ പറഞ്ഞു തരാം. ട്രാം 4 and 6, ദ സിറ്റി പൾസ്. ബുഡാപെസ്റ്റിലെ ഏറ്റവും തിരക്കുള്ള റൂട്ടാണിത്. നഗരത്തിൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ബന്ധിപ്പിക്കുന്നതാണ് ഈ ട്രാമുകൾ. സിറ്റിയുടെ മെയിൻ ഹബുകളിലൂടെയും ഷോപ്പിംഗ് ഏരിയയിലൂടെയും കടന്നു പോകുന്നത് കൊണ്ട് നഗരത്തിന്റെ ശരിക്കുള്ള തിരക്കും ലൈഫും ഇവിടെ കാണാം. ട്രാം 19 and 41, ദ കാം സൈഡ്, ബുഡാ സൈഡ്. ഇനി നദിയുടെ മറുഭാഗമായ ബുഡാ സൈഡിലെ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇവയാണ് ബെസ്റ്റ്. സൈഡിനെ അപേക്ഷിച്ച് കൂടുതൽ ശാന്തമായ റൂട്ടാണിത്. ബുഡാ കാസിലിന്റെ താഴ്ഭാഗത്തു കൂടെയുള്ള ഈ യാത്രയിൽ പാർലമെന്റ് ബിൽഡിങ്ങിന്റെ ഒരു ഫുൾ വ്യൂ തന്നെ നദിക്കപ്പുറത്ത് നിന്ന് കാണാൻ സാധിക്കും. തിരക്കില്ലാതെ വിൻഡോ സൈഡിലിരുന്ന് സിറ്റി ആസ്വദിക്കാൻ പറ്റിയ റൂട്ടാണിത്. ട്രാമിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അടുത്തതായി എത്തിയത് ഗ്രേറ്റ് സെൻട്രൽ മാർക്കറ്റിലാണ്. ബുഡാപെസ്റ്റിലെ ഏറ്റവും ഫേമസ് ആയ ചരിത്രമുറങ്ങുന്ന ഒരു ഇൻഡോർ മാർക്കറ്റാണിത്. വെളിയിൽ നല്ല മഴയാണെങ്കിലും അകത്ത് നല്ല തിരക്കും ആവശ്യവുമാണ്. ഏകദേശം 125 വർഷത്തെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്.
1897 ഇത് ആരംഭിച്ചപ്പോൾ അന്നത്തെ ഏറ്റവും മോഡേൺ മാർക്കറ്റായിരുന്നിത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഈ കെട്ടിടം വലിയ രീതിയിൽ തകർന്നുപോയി. പിന്നീട് 1990കളിലാണ് ഇതിനെ പഴയ പ്രൗഢിയിലേക്ക് വീണ്ടും പുനർനിർമ്മിച്ചത്. ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രസകരമായ കാര്യം കൂടി പറയാം. പണ്ട് കാലത്ത് നദിയിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ എത്തിക്കാൻ കപ്പലുകൾ മാർക്കറ്റിനുള്ളിലേക്ക് വരുമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേക കനാലുകൾ പോലും മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നുവെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാർ ഇന്നും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ ആശ്രയിക്കുന്ന നഗരത്തിന്റെ ഹൃദയം കൂടിയാണിത്. താഴത്തെ നിലയിൽ ഫ്രഷ് പച്ചക്കറികളും സലാമികളും പലതരം ഫുഡ് സ്റ്റാളുകളും കാണാം. ഇവിടുത്തെ കാഴ്ചയും ഗന്ധവും തന്നെ വേറൊരു ലെവലാണ്. ഹംഗറിക്കാരുടെ ജീവനാണ് പാപ്രിക്ക. മിക്ക ഷോപ്പുകളിലും അലങ്കരിച്ചിരിക്കുന്നത് ഇതുപോലെ ഈ ചുവന്ന തൊടുത്ത പാപ്രിക്ക പാക്കറ്റുകൾ കൊണ്ടാണ്. മധുരമുള്ളത് മുതൽ നല്ല എരിവുള്ളത് വരെ ഇവിടെ കിട്ടും. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബെസ്റ്റ് ഗിഫ്റ്റും ഇത് തന്നെയാണ്. പിന്നെ അവിടെ കണ്ട മറ്റൊരു കൗതുകം കുങ്കുമപ്പൂവായിരുന്നു. കാശ്മീരി കുങ്കുമപ്പൂ മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ കണ്ടത് അല്പം വ്യത്യസ്തമായ ലുക്കിൽ നല്ല നീളമുള്ള ഇഴകൾ, താഴെ ഭാഗത്ത് ചെറിയ മഞ്ഞ നിറം. അവിടെയുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഹംഗറിക്കാരുടെ സ്വന്തം ഹംഗേറിയൻ സാഫ്രോൺ ആണെന്ന്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് ഞങ്ങളും കുറച്ച് പാക്കറ്റുകൾ വാങ്ങി. ഇനി മുകളിലത്തെ നിലയിലേക്ക് വന്നാൽ അത് വേറൊരു ലോകം തന്നെയാണ്. ഹംഗറിയുടെ തനതായ എംബ്രോയിഡറി ചെയ്ത വസ്ത്രങ്ങൾ, മനോഹരമായ ഹംഗേറിയൻ ഡോൾസ്, സുവനീർ ഷോപ്പുകൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. കോറിഡോർസ് മുഴുവൻ ഷോപ്സും സ്റ്റാൾസും കൊണ്ട് തിരക്കായിരുന്നു. ഇവിടെ പ്രൊഫഷണൽ ക്യാമറകൾ വെച്ച് ഡോക്യുമെന്ററികൾ ഷൂട്ട് ചെയ്യുന്നവരെ ഞങ്ങൾ കണ്ടു. അവിടെ എത്തിയപ്പോഴേ ഞങ്ങൾക്കൊരു തോന്നൽ, എന്തെങ്കിലും ചെറിയൊരു ഓർമ്മയ്ക്കായി വാങ്ങണമെന്ന്. അപ്പോഴാണ് കണ്ണിൽപ്പെട്ടത് ആ മനോഹരമായ ചെസ് ബോർഡ്സ്. വളരെ യുണീക്ക് ഡിസൈൻസ്, ഡിഫറെന്റ് സ്റ്റൈൽസ്, കാണുമ്പോൾ തന്നെ വാങ്ങണമെന്ന് തോന്നും. അവസാനം ഞങ്ങൾ ഒരു ചെസ് ബോർഡ് വാങ്ങി. ഷോപ്പ് ഓണർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അയാൾ ചെസ് ബോർഡ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. സത്യത്തിൽ അതൊരു ചെറിയ ഷോപ്പല്ല, ഒരു മിനി ആർട്ട് ഗാലറി പോലെ തന്നെയായിരുന്നു. ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ഫുഡ് സ്റ്റോളിൽ നിന്ന് അവരുടെ പ്രശസ്തമായ നാടൻ വിഭവമായ ലാംഗോസ് വാങ്ങി, കൂടെ സ്റ്റഫ്ഡ് ക്യാബേജും. അതിനുകൂടെ ഒരു കപ്പ് ഗ്ലൂ വൈനും കൂടി എടുത്തു. ഇത് യൂറോപ്പിൽ വിന്ററിൽ എല്ലാവരും കുടിക്കുന്ന വാം സ്പൈസി വൈനാണ്. ബുഡാപെസ്റ്റിൽ വന്നാൽ ഇത് തീർച്ചയായും മസ്റ്റ് ട്രൈ ആണ്. അവിടെ തന്നെ ഒരാൾ വയലിൻ വായിച്ച് നിൽക്കുകയായിരുന്നു. അദ്ദേഹം പുഞ്ചിരിയോട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സോങ് സജഷൻ ഉണ്ടോ എന്ന്. ഞങ്ങളൊരു പാട്ട് പറഞ്ഞു. അദ്ദേഹം അത് സന്തോഷത്തോടെ വയലിൽ പ്ലേ ചെയ്തു തന്നു. അതൊരു ചെറിയ മൊമെന്റ് ആയിരുന്നെങ്കിലും
വളരെ ഹാർട്ട് വാമിംഗ് ആയി തോന്നി. നല്ലൊരു മനുഷ്യൻ. ആ മ്യൂസിക്കും ആ ഫുഡും ആ മഴക്കാല അറ്റ്മോസ്ഫിയറും ചേർന്നപ്പോൾ സത്യത്തിൽ ഒരടിപൊളി ഫീലായിരുന്നു. അങ്ങനെ ഗ്രേറ്റ് സെൻട്രൽ മാർക്കറ്റിലെ എനർജി എക്സ്പീരിയൻസ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ലേറ്റ് ആഫ്റ്റർനൂൺ ആയിരുന്നു. മഴ ഇപ്പോഴും ചെറുതായി പെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഈ ട്രിപ്പിലെ ഏറ്റവും സ്പെഷ്യലായ ഒരു അനുഭവത്തിലേക്കാണ്. ദ ഡാന്യൂബ് ഈവനിങ് ക്രൂസ്. ബുഡാപെസ്റ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസിൽ ഒന്നാണ് ഡാന്യൂബ് റിവർ ക്രൂസ്. ഞങ്ങൾ ഗെറ്റ് യുവർ ഗൈഡ് ആപ്പ് വഴിയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നത്. കൗണ്ടറിൽ ചെന്ന് ആ കോഡൊന്ന് കാണിച്ചപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ടിക്കറ്റുകൾ തന്നു. കൂടെ യാത്രക്കിടയിൽ കാണുന്ന അട്രാക്ഷൻസിനെ പറ്റി പറഞ്ഞു തരാൻ ഒരു ലൈവ് ഓഡിയോ ഇൻഫർമേഷൻ ലിങ്കും കിട്ടി. ബോട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങളെ സ്വീകരിച്ചത് നല്ലൊരു ഓറഞ്ച് ജ്യൂസ് നൽകിക്കൊണ്ടാണ്. പുറത്ത് ചെറിയ ചാറ്റൽ മഴയുള്ളത് കൊണ്ടും കാഴ്ചകൾ നന്നായി കാണാൻ വേണ്ടിയും ഞങ്ങൾ വേഗം പോയി വിൻഡോ സൈഡിൽ തന്നെ ഒരു സീറ്റ് ഉറപ്പിച്ചു. അങ്ങനെ ആ ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഞങ്ങൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ഡാന്യൂബ് നദിയിലൂടെ ബോട്ട് സാവധാനം നീങ്ങി തുടങ്ങിയപ്പോൾ ചെറുതായി സൺലൈറ്റും വരാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ സൂപ്പറായിരുന്നു. എസ്പെഷ്യലി ഹംഗേറിയൻ പാർലമെന്റ് ബിൽഡിംഗ്. ആ സമയത്ത് സൂര്യപ്രകാശം ആ കെട്ടിടത്തിൽ തട്ടി നിൽക്കുന്ന കാഴ്ച ശരിക്കും അടിപൊളിയാണ്. ആ ബിൽഡിംഗ് ആകെ ഒരു ഗോൾഡൻ കളറിൽ തിളങ്ങി നിൽക്കുകയാണ്. വെറുതെയല്ല ഇതിനെ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിൽ അതിൻ്റെ ഭംഗി ഞങ്ങൾക്ക് ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോ എന്നറിയില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു അത് നേരിട്ട് കാണാൻ. പാർലമെന്റ് മാത്രമല്ല, നദിക്കക്കരെയുള്ള ബുഡാ കാസിലും അവിടുത്തെ മനോഹരമായ പാലങ്ങളും ഈ സിറ്റിയെ ഒരു ഗ്ലാമറസ് സിറ്റിയാക്കി മാറ്റുന്നുണ്ട്. മഴത്തുള്ളികൾ വീണ ബോട്ടിൻ്റെ ചില്ലിലൂടെ ആ കാഴ്ചകൾ കാണാൻ നല്ലൊരു ഫീലായിരുന്നു. മഴ കാരണം ഞങ്ങൾക്ക് ഡെക്കിൽ കയറി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ജനാലയ്ക്കൽ ഇരുന്ന് ആ സംഗീതവും കേട്ട് ഈ കാഴ്ചകൾ കാണുന്നത് തന്നെയായിരുന്നു ഈ ദിവസത്തെ ഏറ്റവും മികച്ച നിമിഷം. ബുഡാപെസ്റ്റ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്കുറപ്പാണ്. അങ്ങനെ മഴയും സംഗീതവും നഗരക്കാഴ്ചകളും നിറഞ്ഞ് ഞങ്ങളുടെ ആദ്യ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വെയിൽ തെളിയുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുന്നു. നാളത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.